എല്ലാവരും പേടിച്ചിരുന്ന ആ ഒരു കാര്യം തന്നെ പുറത്തേക്ക് വരും. ഏകദേശം 2 മാസം ആവുന്നുള്ളൂ അല്ലെ വയനാട് ദുരന്തം ഉണ്ടായിട്ട്. വയനാട് ദുരന്തമുണ്ടായി 2 മാസം കഴിയുമ്പോഴേക്കും കോടിക്കണക്കിന് രൂപ കട്ടതിന്റെ കണക്ക് പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ. ഒരാളുടെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളെ മറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ മറവ് ചെയ്യ 75,000 രൂപയാണ് ഒരു കുഴിക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു. ഒരു കുഴി, ഒരു മനുഷ്യന് വേണ്ടി 75,000 രൂപ വാങ്ങി. അത് കൂടാതെ തന്നെ വളരെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി 10 കോടി രൂപ, വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് 11 കോടി രൂപ. വലിയ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. ഇനിയും ഈ സർക്കാർ ഈ വിഷയത്തിന് എന്ത് പറയും നോക്കാം. അഖിൽമാരാറിനെ ഇട്ടിട്ട് ഒലിക്കായിരുന്നല്ലോ ഇട്ടിട്ട്. അഖിൽമാരാർ കണക്കുകൾ പറഞ്ഞ പോലെ ദുരിതാശ്വാസം തിരിഞ്ഞൊന്നും കത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗുകളായിരുന്നു. ഈ കണക്കുകളൊന്ന് കേൾക്കൂ. സാധാരണക്കാരനായ ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും ഈ കണക്കുകളിലുള്ള കൃത്രിമത്വം. ഒന്ന് കേൾക്കൂ. ആ മൃതദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ഓട്ടോപ്സി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിൻ്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് 75,000 ആണ്. അത്രയും ക്ലെയിം ചെയ്തിരിക്കുക മതിയോ? കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ തരുമെന്നാണ് ദിവ്യ വിചാരിക്കുന്നത്? 1,31,000 രൂപയെ തരൂ പൂർണ്ണമായും തകർന്ന ഒരു വീടിന്. ഈ ലോകം മുഴുവൻ നടുങ്ങിയ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ 1 രൂപ അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ഭരണകൂടത്തിന് പൈസ തരാതിരിക്കാനുള്ള ന്യായമുണ്ടാക്കാൻ ഈ കുപ്രചരണം സഹായം ചെയ്യും. എന്നാ സാറേ മനസ്സിലായി?